മാമ്പ്രക്കൽ അഹമ്മദ് അലി ഇന്ദ്രൻസ് ഖലീഫയെ കുറിച്ച് പറയുന്ന ഒരു പാർട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ടായിട്ട് എടുത്തേക്കുന്ന ഒരു പാർട്ടുണ്ട്. അതിനകത്ത് ഇന്ദ്രൻസ് നല്ല ഗംഭീരമായിട്ടാണ് ആ ഹീറോയിസത്തിന്റെ പീക്ക് അവതരിപ്പിക്കുന്നത്. നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങിനെ പറഞ്ഞ് മാമ്പ്രക്കൽ അഹമ്മദ് അലിയെ പോലൊരു വ്യക്തിക്ക് ഇതിൽ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഇല്ല. അന്നേരം ആരാണ് താരമെന്ന് ജനങ്ങൾക്ക് അറിയത്തില്ല. ഇപ്പം അത് റിവീൽ ചെയ്തിട്ടുണ്ട്. ഖലീഫ 1 and 2 രണ്ട് പാർട്ടായിട്ടാണ് വരുന്നത് പറയുന്നു. രണ്ടാമത്തെ പാർട്ടിനകത്ത് മോഹൻലാലാണ് ലീഡെന്നും പറയുന്നുണ്ട്. ആദ്യത്തെ പാർട്ടിനകത്ത് മോഹൻലാൽ എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളിൽ വരുന്നു. വൈശാഖാണ് സംവിധാനം. പുലിമുരുകന് ശേഷം മോഹൻലാൽ വൈശാഖ് ഒന്നിക്കുന്ന സിനിമ. പിന്നെ മോൺസ്റ്റർ എന്ന് പറയുന്ന സിനിമ യഥാർത്ഥത്തിൽ OTTക്ക് വേണ്ടി ഒരുക്കിയതാണ്. അത് തിയേറ്ററിൽ റിലീസായിട്ട് നമുക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. അതൊരു ഒരു വളിപ്പ് പടമാണ്, പൊട്ടപ്പടമാണ്. പക്ഷേ വൈശാഖ് എന്ന് പറയുന്ന സംവിധായകൻ ആക്ഷൻ കൊറിയോഗ്രാഫി ഒക്കെ ചെയ്ത് റെഡി ആക്കി കഴിഞ്ഞ് മോഹൻലാൽ അനുസരിച്ച് സെറ്റ് ചെയ്താൽ അതൊരു ഒന്നൊന്നര സംഭവമായിരിക്കും എന്നുള്ള സംശയം വേണ്ട. എന്തായാലും ടെക്നിക്കൽ ക്രൂ എല്ലാം അതിഗംഭീരമാണ്. അന്നേരം ഖലീഫയ്ക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി എന്തായാലും എനിക്കൊന്ന് 2026 ഓണം റിലീസായിട്ടൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. തകർക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്.